Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Sign in and down. Sign in. ഫസ്റ്റ് പ്രയർ ആണ്. പ്രയർ ഞാനാണ് മാം. ഓക്കെ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീച്ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. ഓക്കെ. തോട്ടുണ്ട്. കേൾക്കാനായിട്ട്. തോട്ടുണ്ട് മാം. ഓക്കെ. ആരാ തോട്ട് ഓഫ് ദ ലൈൻ? ഞാനാണ്. Good morning to all. Today's thoughts. A meaningful silence is always better than meaningless words. It means that in life, when we face a situation where we don't have the right words to use, then it is better. Remain silence. Remain silence. അർത്ഥമില്ലാത്ത വാക്കുകളെക്കാൾ അർത്ഥവത്തായ മൗനമാണ് എപ്പോഴും നല്ലത്. I repeat the thought. A meaningful silence is always better than meaningless words. Thank you. Ma'am, sign in ആണ്. Hello, this is Roshni from Adur. Hello everybody, how are you today? Hello. Fine. Hello to my teacher, how are you today? Fine. I hope everybody will have a good day. Today I am going to go into action song for you. കാണാമോ? കാണാം. Rainbows falling down, make a puddles all around. Rainbows falling slow, make a rhythm, don't you know? Rainbows falling fast, make a splash hat going to last. Rainbows falling deep, make a puddle where we can live. Thank you. Okay, well done. Okay. കൊള്ളത്തില്ല.
ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ ഇനി? സൈനിങ് അത് ലാസ്റ്റാ ക്ലാസ് കഴിഞ്ഞിട്ട്. ഞാനാ മാം ചെയ്യുന്നത്, ഞാൻ ലാസ്റ്റ് ചെയ്യാം മാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നേ? എന്തിനെ കുറിച്ചായിരുന്നു? സേഫ്റ്റി. സേഫ്റ്റിയെ കുറിച്ച് അല്ലെ? ഓക്കെ. ദെൻ ഒരാള് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അമൃത പ്രജിൽ ഒന്ന് റീഡ് ചെയ്യാവോ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്? Okay, ma'am. Food and nutritional needs. Just like the 0 to 3 years age group, the 3 to 6 year olds also have their own nutritional needs. A well-nourished child has normal weight for height and age, is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. His or her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist and glowing, gums firm and pink and posture erect. Since nutrients make up each and every cell of the body, keeping up with the nutritional needs become important for healthy development of the body and mind. Deficiency, excess, or inequality of nutrients cannot only create mild disorders but can even physically disable or kill a person. ഓക്കെ. എന്താണ് അമൃത മനസ്സിലായത് വായിച്ചപ്പോ? 0 to 3 years ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്കും അതുപോലെ 3 to 6 years ഉള്ള കുട്ടികൾക്കും അവരുടേതായ ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്. അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഉണ്ടായിരിക്കണം, അവർ ആക്റ്റീവ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, പിന്നെ അതേപോലെ എന്തും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. അവർക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ കഴിയണം, മീൻസ് യാതൊരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഉറക്കത്തിന് തടസ്സപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉറങ്ങാൻ കഴിയണം. അതുപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ ഫുഡ് കഴിക്കണം, വിശപ്പ് ഉണ്ടായിരിക്കണം, ബവൽ മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ണൊക്കെ ക്ലിയർ ആയിരിക്കില്ല, അപ്പൊ അവരുടെ കണ്ണൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. പിന്നെ കുറെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പുഴുപ്പല്ല് പോലെ കറുപ്പ് കളറിൽ ഉണ്ടായിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവിടെ നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള ടീത്ത് ആയിരിക്കണം. സ്കിന്നിന് വേറെ സ്കിൻ അലർജീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്കിൻ ഗ്ലോയിങ് സ്കിൻ ആയിരിക്കണം. അത്രയൊക്കെ. പിന്നെ അവർക്ക് എന്തെങ്കിലും ന്യൂട്രിയൻസ്, അവർക്ക് ഫുഡ് കഴിക്കുന്ന എന്തെങ്കിലും പോഷകാഹാര കുറവുണ്ടെങ്കിൽ അവര് ഫിസിക്കലി ഓർ മെന്റലി അവരത് അവരുടെ ഇതിൽ കാണിക്കും. അങ്ങനെ അത്രയും മനസ്സിലായതല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിന്ന് കമ്പയർ ചെയ്തേ. ഇതൊക്കെ ഉണ്ടോ? ചെക്ക് ചെയ്യാറുണ്ടോ? ചെക്ക് ചെയ്യാറുണ്ട് മാം. ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? അതായത് 0 to 3 years തുടങ്ങിയുള്ള കുട്ടികൾക്കായാലും 3 to 6 year വരെയുള്ള കുട്ടികൾക്കായാലും അവരുടേതായിട്ടുള്ള ന്യൂട്രീഷണൽ ഫുഡ്സ് ആവശ്യമാണ്. ന്യൂട്രീഷണൽ ഫുഡ്സ് അവർക്ക് കൊടുത്താൽ മാത്രമാണ് അവരുടേതായിട്ടുള്ള പ്രായത്തിൽ അവർക്ക് ഓരോരോ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്. ഒരു എന്താ പറയാ, നമ്മള് അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ അതായത് ആ കുട്ടിയുടെ വെയിറ്റ്, ആ പ്രായത്തിലുള്ള വെയിറ്റ് ഒക്കെ ആണോ നോക്കണം, ഹൈറ്റ് ഒക്കെ ആണോ നോക്കണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള ഭാരമായിരിക്കും ഉണ്ടായിരിക്കുക, വെയിറ്റ്. അതായത് ആ കുട്ടിയുടെ പ്രായം അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഹൈറ്റ് അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് കുഞ്ഞുങ്ങൾക്കായാലും അതെ, നമ്മൾക്കായാലും അതെ, മുതിർന്നവർക്കും ആയാലും അതെ അല്ലെ. നമ്മുടെ പ്രായം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ് എന്താണ് അതിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് നമ്മൾ ഉണ്ടാവേണ്ടത്. നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടോ?
Yes, Yeah, ma'am. ma'am. ആ Yes, എന്താ ma'am. എല്ലാവർക്കും കറക്റ്റ് ആണോ വെയിറ്റ് ഒക്കെ? Yes, No, ma'am. it is more than. No, ma'am. എന്താണ്? Out of reach, ma'am. അതെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഭൂരിഭാഗം ആളുകൾക്ക് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോ ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നതിലൂടെ ആ ഹൈറ്റ് എന്താണ്, അല്ല വെയിറ്റ് എന്താണ് നോർമൽ ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെ കുട്ടികളുടെ ഇതിൽ വരുമ്പോൾ നമ്മള് ശ്രദ്ധിച്ചാൽ മതി, നമ്മള് പോഷകാഹാരങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ അത് കുട്ടിയിൽ മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും. കുട്ടി എപ്പോഴും ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒടിഞ്ഞു തൂങ്ങി അല്ലെങ്കിൽ ക്ഷീണം ബാധിച്ച കുട്ടിയായിട്ടായിരിക്കില്ല. കുട്ടി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. പകൽ സമയത്തൊക്കെ എന്താണ് നല്ല ആക്റ്റീവ് ആയിട്ടായിരിക്കും കുട്ടി ഉണ്ടാവുക. പിന്നെ ഹാപ്പി ആൻഡ് ക്യൂരിയസ് ആയിരിക്കും, വളരെ സന്തോഷം ഉണ്ടാവും, ക്യൂരിയസ് മൈൻഡ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം കേട്ടോ. പിന്നെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ma'am. രാത്രി നന്നായി ഉറങ്ങും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാകും, വിശപ്പ് ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങള്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് ഈ ഫുഡിന്റെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ രോഗാവസ്ഥ ഉണ്ടെങ്കിലൊക്കെയാണ് ഇതിനകത്ത് മാറ്റം വരിക. ഓക്കെ, അപ്പോ എന്താ പറയാ നല്ല ശ്രദ്ധ ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികളാണ് അല്ലെ, 3 to 6 years എന്ന് പറയുന്നത് സ്കൂളിൽ, പ്ലേ സ്കൂളിലും അതുപോലെ തന്നെ പ്രീ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കണം. ആ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? കോൺസെൻട്രേഷൻ ആവശ്യമാണ്. പിന്നെ വിശപ്പ് ഉണ്ടാകും. അപ്പൊ നല്ല രീതിയിൽ എന്താ പറയാ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ സമയാസമയത്ത് ആ ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും. വിശപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ ബവൽ മൂവ്മെന്റ്, അതായത് ശരിയായിട്ടുള്ള മലമൂത്ര വിസർജനം നടക്കും. യൂറിൻ പാസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റൂള് ഇതാക്കിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ദെൻ പിന്നെ പറയുന്നത് കണ്ണുകൾ എന്ന് പറയുന്നത്, ഐസ് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നല്ല തിളക്കം ഉണ്ടാകും. നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചയും വിഷനും അതുപോലെ ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് അവരുടെ കണ്ണുകളിൽ കാണാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? ബ്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? Yes, ma'am. ഓക്കെ. പിന്നെ മുടി നല്ല ഷൈനിങ് ആയിരിക്കും. നമ്മുടെ പോലത്തെ മുടിയൊന്നും ആയിരിക്കില്ല. നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടിയായിരിക്കും അല്ലെ? നല്ല മിനുസം ഉണ്ടാവില്ലേ മുടിയിൽ തൊടുമ്പോൾ? സോഫ്റ്റ് Yes, ma'am. ഫീൽ ചെയ്യും. ഓക്കെ, മുടി നല്ല ഷൈനിങ് ആയിരിക്കും. പിന്നെ ടീത്ത് നല്ല വെളുത്തതായിരിക്കും. മറ്റേ പുഴുപ്പല് പോലുള്ള സംഭവങ്ങളൊന്നും അല്ല. അതൊക്കെ ധാരാളം മിഠായി ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നിട്ടാണ് കുട്ടികൾക്ക് അങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മള് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ടീത്ത് എന്ന് പറയുന്നത് നല്ല വെളുത്തതായിരിക്കും, നല്ല വൃത്തിയുള്ളതായിരിക്കും. പിന്നെ അവരുടെ സ്കിൻ എന്താണ് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ പോലെ ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആണ് അവർക്ക് ഉണ്ടാവുക. ടച്ച് ചെയ്തിട്ടില്ലേ? അതൊരു ഡോറിനെ തൊടുന്നത് പോലെ ഉണ്ടാവും അല്ലെ? അവരുടെ സ്കിൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാല് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് നനവുണ്ടാകും സ്കിന്നില്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചൂടായിരിക്കില്ല ഉണ്ടാവുക, തണുപ്പുണ്ടാവും നേരിയതായിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുടെ ബോഡി ടച്ച് ചെയ്തിട്ടില്ലേ? Yes, ma'am. അപ്പോ അവരുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. അതുപോലെ ചെറുതായിട്ട് നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ മോണ, നമ്മള് ചിരിക്കുമ്പോ മോണ കാണുമല്ലോ, മോണകള് നല്ല എന്താ പറയാ ഫിക്സഡ് ആയിരിക്കും, മുളച്ചതായിരിക്കും. അതുപോലെ പിങ്ക് കളറിലായിരിക്കും മോണ ഉണ്ടാവുക. അവരുടെ മോണ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വായ തുറക്കുമ്പോൾ മോണ ഒന്ന് ശ്രദ്ധിച്ചാല് എന്ത് കളറാണെന്ന് നോക്കിയാൽ മതി. അത് വലിയവരുടെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളറായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ കുഞ്ഞുങ്ങളുടെ എപ്പോഴും പിങ്ക് കളറിലായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെൽസിന്റെ എന്താ പറയാ, സെൽസ് ഒക്കെ നമ്മുടെ എന്താ പറയാ കോശം എന്ന് പറയില്ലേ, നമ്മുടെ ബോഡിയിലെ സെൽസ് ഒക്കെ എന്താണ് രൂപപ്പെടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവരുടെ ബോഡിയുടെയും അവരുടെ മനസ്സിന്റെയും ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ കുറവ് മൂലം കുട്ടികളിൽ എന്തൊക്കെയാണ് ധാരാളം അസ്വസ്ഥതകൾ ഉണ്ടാവും. അവർക്ക് എന്താ പറയുക ഫിസിക്കൽ ആയിട്ടുള്ള വീക്ക്നെസ് അനുഭവപ്പെടാം, മെന്റൽ ആയിട്ടുള്ള വീക്ക്നെസ് അനുഭവപ്പെടാം. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും.
ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു പാരാഗ്രാഫിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഓക്കെ മാം. ഓക്കെ മാം. നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ എല്ലാവരും കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട് മാം. എന്തൊക്കെ തരം ഫുഡുകളാണ് കൊടുക്കുന്നത്? വെജിറ്റബിൾസ്, ആ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ്, നട്ട്സ്, ഡേറ്റ്സ്, റാഗി. കൊടുക്കാറുണ്ട് അല്ലേ? ഉം. ഇനി കൊടുക്കാത്തവരുണ്ടോ? എപ്പോഴും മീനും ഇറച്ചിയും മാത്രം കൊടുക്കുന്നവരുണ്ടോ കൂട്ടത്തില്? ഇല്ല, എല്ലാവരും നല്ലതായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, then അടുത്തത് നോക്കാം നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ്. ഒരാള് ഒന്ന് റീഡ് ചെയ്യാം. ആരാ റീഡ് ചെയ്യാ? ആര്യ വികാസ് ഒന്ന് റീഡ് ചെയ്തേ ഡയറ്ററി റിക്വയർമെന്റ്സ്. യെസ് മാം. റീഡ് ചെയ്യാവോ ഡയറ്ററി റിക്വയർമെന്റ്സ്? യെസ് മാം, വായിക്കാം. Dietary requirement. The nutrition necessity of children depends upon their body type, which is much higher than those for adults. So the body needs all the nutrition in the required properties. Nutrition more important at this age are carbohydrates, protein, vitamins A, B, C, and D, calcium, phosphorus, iron, and the energy and protein requirement of all 3-6 years age group are as follow: energy 169 calories days, protein 30 kg day. എത്ര മതി മാം? ഇവിടെ വരെ വായിച്ചു, എല്ലാം വായിച്ചോ? പാരഗ്രാഫ് മൊത്തം കഴിഞ്ഞോ? 30 kg day വരെ വായിച്ചു. അതെയോ? ഓക്കെ, അത്ര മതിയോ? മതി മതി മതി. നിങ്ങൾ നോക്കി ഇതിനകത്ത് പറയുന്നേ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രീഷണൽ നെസസിറ്റി എന്ന് പറഞ്ഞാല് അതായത് ഓരോരോ കുട്ടികളിലും വ്യത്യസ്തമാണ്. അവരുടെ ബോഡി സൈസ് അനുസരിച്ചിട്ട് അവരെടുത്ത് എന്താ പറയാ ന്യൂട്രീഷണസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, ഒരു അനുപാതം ഉണ്ട്. അതായത് കൃത്യമായിട്ട് ഓരോന്നും ഓരോ അളവിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. വാരി വലിച്ചൊന്നും എന്തും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അമിതമായാലും അമൃതം വിഷം എന്ന് പറയില്ലേ, അതുപോലെ എന്തും കൂടുതൽ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മളിപ്പോ കൂടുതൽ നട്ട്സ് നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷെ അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് റിസൾട്ട് ആണ് ഉണ്ടാക്കുക അല്ലെ? അപ്പൊ എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണൽ ആയിട്ട്, അനുപാതത്തിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും ആവശ്യമാണ്. അത് പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അത് അനുപാതത്തിൽ പ്രൊപ്പോർഷണലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ വിറ്റാമിൻസ് ഉണ്ട്. വിറ്റാമിൻസ് പലതരം ഉണ്ട് അല്ലെ? A, B, C and D. അതുപോലെ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ്, അയഡിൻ ആൻഡ് അയൺ. ഇതൊക്കെ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണൽ ആയിട്ട് വേണം അവരുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ വിറ്റാമിൻസിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞല്ലേ, A, B, C and D എന്ന് പറഞ്ഞു. വിറ്റാമിൻസിനെ കുറിച്ച് കൂടുതൽ അറിയാമോ? എന്തിനാണ് വിറ്റാമിൻസ് നമ്മളെ സഹായിക്കുന്നത് ശരീരത്തില്? കാഴ്ച, വിറ്റാമിൻ എ. energy to our body. വിറ്റാമിൻ എ സ്കിന്നിനും ഐസൈറ്റിനും ഒക്കെ. ഐസൈറ്റ് അല്ലെ? കാഴ്ച ശക്തിക്ക് നല്ലതാണ് എന്ത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. പിന്നെ Vitamin D is used for the bone health and immune function, ma'am. വിറ്റാമിൻ ഡി അതായത് നമ്മുടെ Vitamin D is used for the protect the cell. നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ പല്ലിനും ഒക്കെ നല്ലതാണ് എന്ത്?
ഈ ഒരു വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വിറ്റാമിൻ സി ആണ് സഹായിക്കുന്നത്. Vitamin C for immune function and iron absorption. Okay. വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി എന്ന് കേട്ടിട്ടുണ്ടോ? ഇമ്മ്യൂണിറ്റി, അതിനെ എന്താ പറയാ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ സി. ഓക്കെ, പിന്നെ വിറ്റാമിൻ സി അല്ലേ മാം എന്തോ സിട്രിക് ആസിഡോ എന്തോ ഉള്ളേ? അതെ അതെ അതെ, സിട്രിക് ആസിഡ്, വിറ്റാമിൻ സി. നമ്മുടെ നാരങ്ങ, അതുപോലെ തന്നെ തക്കാളി, പുളിരസമുള്ള ഫ്രൂട്ട്സ് ആയാലും ഓറഞ്ച് വിറ്റാമിൻ സി, ഓറഞ്ചിലൊക്കെ വിറ്റാമിൻ സി ധാരാളമുണ്ട്. നെല്ലിക്കയിലുണ്ട് വിറ്റാമിൻ സി. നെല്ലിക്കയിലുണ്ട് വിറ്റാമിൻ സി. പിന്നെ വിറ്റാമിൻ ഡി എന്തിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത് നമുക്ക്? സൂര്യനിൽ നിന്നും. വിറ്റാമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടോ ആർക്കെങ്കിലും? വന്നിട്ടുണ്ടോ ലൈഫില് വിറ്റാമിൻ ഉണ്ട്. D3 ഡെഫിഷ്യൻസി? ഉണ്ട് മാം. ഉണ്ടല്ലേ? എന്താണ് അതിന്റെ സിംറ്റംസ് ഒക്കെ? എന്താണ് വിറ്റാമിൻ D3? അത് കുട്ടികളിലും വരാം, വലിയവരിലും വരാം കേട്ടോ. രണ്ടു കൂട്ടത്തിലും വരാം. ബോഡി പെയിൻ വൈകില്ലേ മാം? ബോഡി പെയിൻ ഉണ്ടാവും, പിന്നെ വെയിറ്റ് ഗെയിൻ ആവില്ലേ? ബോൺസിനൊക്കെ വേദന ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ഫുൾ ബോഡിയിൽ എല്ലായിടത്തും പെയിൻ വരും. ഞാൻ എല്ലാ ബോഡി ഫുൾ പെയിൻ ആയിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. അപ്പോഴാണ് പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വൈറ്റമിൻ ഡി കുറവായിരുന്നു. അങ്ങനെ ഇപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കോഴ്സ് ആണോ അത്? ഒരു കോഴ്സ് ആണോ അല്ലെങ്കിൽ 2-3 കോഴ്സ് എങ്ങനെയാണ് കഴിച്ചത്? വീക്കിലി കഴിക്കാനാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അത് ഇപ്പം അത് മന്ത്ലി ആക്കിയിട്ടുണ്ട് മെഡിസിൻ. അതെ അല്ലേ? പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവില്ലേ മാം? എന്റെ മദറിനിലോക്ക് ഉണ്ടായിരുന്നു. അല്ലേ? ഭയങ്കര ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്തപ്പോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോ നമ്മൾക്ക് എന്താ പറയാ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ചില വിറ്റാമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ അയൺ, ഫോസ്ഫറസ്, എന്താ പറയാ അയോഡിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ എത്തില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നമ്മള് ഇങ്ങനത്തെ ഫുഡുകൾ കഴിച്ചിരിക്കണം. കുട്ടികൾക്കാണെങ്കിലും ടീനേജേഴ്സിനാണെങ്കിലും ആവശ്യമായിട്ടുള്ള മിനറൽസ്, വിറ്റാമിൻസ് ലഭിച്ചിരിക്കണം. നല്ല ആരോഗ്യം വേണമെങ്കിൽ ഈ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സ് ഡെയിലി കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വല്ലപ്പോഴും കൊടുത്തിട്ട് കാര്യമില്ല. ഡെയിലി നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് ഇവർക്ക് എന്ത് കിട്ടുക? ഈ കണ്ടന്റ് അകത്തേക്ക് ചെല്ലുക. ഓക്കെ, പിന്നെ അവരുടെ ബോൺ സ്ട്രെങ്ത്, അവരുടെ അസ്ഥികൾ അല്ലെങ്കിൽ പേശികളൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഹൃദയാരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട്. അതുപോലെ ഡൈജഷനെ മെച്ചപ്പെടുത്തണം. ഏറ്റവും എന്താ പറയാ വെല്ലുവിളിയാണ് അല്ലെ ഡൈജഷൻ. ഒരു ദഹനത്തിന്റെ പ്രശ്നം എല്ലാവർക്കും, എന്താ പറയാ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരവധി പേരെ അലട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താല് മതിയാകും. ഓക്കെ, പിന്നെ കാൽസ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പല്ലിനും നല്ലതാണ്, എല്ലിനും നല്ലതാണ്. അതുപോലെ കാൽസ്യം കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. പാലുണ്ട്, പാൽ ഉൽപ്പന്നങ്ങള്, ഡയറി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഇത് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ പാലാവട്ടെ, തൈരാവട്ടെ, ഗീ ആവട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് കാൽസ്യം അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ മീനുകള്, വലിയ മീനല്ല കേട്ടോ, ചെറിയ ചെറിയ മീനുകൾ വാങ്ങിക്കാറുണ്ടോ നിങ്ങള്? ഇവിടെ ഒരു മീനുണ്ട്. ആ മീനിന്റെ പേരൊന്ന് പറയാമോ? ചെറിയ മീനാ, ഭയങ്കര പാടാണ് അത് കട്ട് ചെയ്യാനായിട്ട്, ഭയങ്കര പാടാണ്. നത്തോലി, ചൂട, നന്ദൻ എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒക്കെ പറയുന്നത്. നന്ദൻ എന്നാണ്. അത് ഭയങ്കര മടിയാണ്, കാരണം അതിന് ചെതമ്പലുണ്ട്, അത് കളയാൻ പാടാ. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ വെട്ടിക്കളയും, കുഞ്ഞിതാണ്. അതുകൊണ്ട് അതായത് അത് ഭയങ്കര ചീപ്പ് റേറ്റിന് അത് കിട്ടണം. വില കുറവല്ലേ ആ മീന്? വില കൂടുതലാണോ കുറവാണോ? നിങ്ങൾ വാങ്ങിച്ചിട്ട്? ഞങ്ങൾ മേടിക്കാറുണ്ട്.
മീൻ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ മീൻകാർ, അതായത് നമ്മളെ ലാസ്റ്റ് ടൈം, അതായത് മീൻ തീരാവുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ഈ മീൻ ഇരിപ്പുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തരും വേണമെങ്കിൽ. അത്രയും ചീപ്പ് റേറ്റിന് കിട്ടുന്ന മീനാണ്. പക്ഷെ ഭയങ്കരമായിട്ട് കാൽസ്യം റിച്ച് ആണ് ആ മീൻ. അപ്പൊ നമ്മുടെ അമ്മമാർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ എന്താണ് മടിയായിരിക്കും, രാത്രിയൊക്കെയാണ് കൊണ്ട് ചെല്ലുന്നതെങ്കിൽ കുറെ നേരം വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്, കുറെ സമയം വേണം. അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോ അതിനകത്തൊക്കെ എന്താണ് കാൽസ്യം റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, നാരുകൾ അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, മഗ്നീഷ്യം, പൊട്ടാസ്യം, അങ്ങനെയുള്ള ധാരാളം ഭക്ഷണങ്ങളുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾ പറയാം. ബ്രക്കോളി, അതുപോലെ അവോക്കാഡോ, ഓട്സ്, ബീൻസ്, അമരാന്തസ്, ഇതൊക്കെ ഫൈബേഴ്സും വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ആണ് കേട്ടോ. ഒന്നുകൂടി പറയാം. ബ്രക്കോളി ഉണ്ട്, അവോക്കാഡോ ഉണ്ട്, ഓട്സ് ഉണ്ട്, ബീൻസ് ഉണ്ട്, അമരാന്തസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഈ കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡൈജഷനും അതുപോലെ എനർജി, പിന്നെ ഹാർട്ട് ഹെൽത്ത്, അതായത് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, നെർവ് സിസ്റ്റംസിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ബി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. വിറ്റാമിൻ ബി എന്ത് ചെയ്യുന്ന നമുക്ക് കിട്ടുക? വിറ്റാമിൻ ബി അറിയാമോ? From sunlight. വിറ്റാമിൻ ബി, ബി ആണ്, ഡി അല്ല, ബി ആണ്. വിറ്റാമിൻ ബി എന്ന് പറയുന്നത് നമുക്ക് എവിടെന്നാ കിട്ടുക? അരിയുടെ തവിടിൽ നിന്നാണ് കിട്ടുക കേട്ടോ. തവിട് കളയാത്ത അരി എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിഷ്ഡ് ആയിട്ടുള്ള അരി അല്ല, തവിട് കളയാത്ത അരിയുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ വിറ്റാമിൻ ബി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ B12 ഉണ്ട്. പലതരം വിറ്റാമിൻ B1 തുടങ്ങി B12 വരെ ഉണ്ട്. B12 എന്താ പറയാ നല്ലതാണ്. B12ന്റെ സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ് ഉണ്ട്, എഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്. മീറ്റ്, എഗ്, ഫിഷ്, ഈ 3 കാര്യത്തിൽ നമുക്ക് എന്ത് കിട്ടും? വിറ്റാമിൻ B12 കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിവറിൽ ഉണ്ടാവില്ലേ? അതേപോലെ മീറ്റിന്റെ ലിവറിൽ B12 ലിവറിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ വിറ്റാമിൻ ഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ അടുത്തതാണ് അയൺ. അയൺ നമുക്ക് എവിടെ നിന്നാ കിട്ടുക? ഏതൊക്കെ കണ്ടന്റ് ഉണ്ടാവും അയൺ കണ്ടന്റ്? ഇലക്കറികൾ, റാഗിയിലൊക്കെ ഈന്തപ്പഴം, രാഗി, നെല്ലിക്ക, പൊമഗ്രാനൈറ്റ്, ബീട്രൂട്ട്, ആനിമൽ ബേസ്ഡ് സോസിൽ കിട്ടൂലേ? ആനിമൽ ബേസ്ഡിൽ ഇതിൽ കിട്ടൂലേ? ലൈക്ക് റെഡ് മീ, ബീഫ്, അങ്ങനെ ലാം, അതായത് ചിക്കൻ, ലിവർ. ഞാൻ പറയാം. അയണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്താണുക്കൾ ഉണ്ട് അല്ലെ? RBC ഉണ്ട്, WC ഉണ്ട്, അതുപോലുള്ള രക്താണുക്കൾ ഉണ്ട്. ഇരുമ്പിന്റെ അവയ്ക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഓക്സിജൻ വഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഓക്സിജനെ വഹിച്ച് നമ്മുടെ ബോഡിയും ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എന്ത് ഇതിന്റെ ഇതുകൊണ്ടാണ്? പ്രസൻസ് കൊണ്ടാണ്. ഇരുമ്പ് അഥവാ അയണിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ അയൺ കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. റെഡ് മീറ്റ് വരും അതിനകത്ത്, അതുപോലെ അമരാന്തസ് വരും, അതുപോലെ തന്നെ ക്യാബേജ്, പിന്നെ പച്ചിലകൾ അല്ലെങ്കിൽ എന്താ പറയാ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അയൺ കിട്ടുന്ന കണ്ടന്റ് ആണ്. പിന്നെ ബീൻസ് വരും. ഇതൊക്കെ എന്താണ്? എന്താ? ബ്രോക്കോളി. ബ്രോക്കോളി വരും. ബ്രോക്കോളിയും വരുന്നതാണ്. ബ്രോക്കോളി ഞാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പംകിന്റെ സീഡ് വരും. പംകിന്റെ സീഡ് അല്ലേ? പറഞ്ഞിട്ടുണ്ട്, പംകിൻ സീഡ് കൊടുക്കാൻ മോൾക്ക്. അയൺ ഇതാണ് അല്ലെ? ഓക്കെ, അയൺ റിച്ച് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു നമ്മള് ഒരു പ്രപ്പോർഷനിലായിരിക്കണം ഫുഡ് കൊടുക്കുന്നുണ്ടാവുക. ഫുഡിലെ വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതും ലീഫി വെജിറ്റബിൾസ്. ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഒന്ന് പറയാമോ? ലീഫി വെജിറ്റബിൾസ് സ്പിനാച്ച്, ഉണ്ട്, പിന്നെ കോലാഡ് ഗ്രീൻസ്, മുരിങ്ങയില ഉണ്ടല്ലോ, പയറിന്റെ ഇല, മുരിങ്ങയില, കുമ്പളം, മത്തൻ ഇലകള്, തഴുതാമ. അതെന്താ മിസ്? അതെന്താ മാം ഇപ്പൊ പറഞ്ഞത്? അതെന്താ സാധനം?
തഴുതാമ എന്ന് കേട്ടിട്ടുണ്ട്. തഴുതാമ No, അത് ഈ ma'am, പറമ്പിലൊക്കെ ഉണ്ടാവുന്നതല്ലേ ധാരാളമായിട്ട്? I don't know, ma'am. അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അറിയില്ല ആദ്യമായിട്ട് അല്ലെ? കേൾക്കുന്നതാണ്. നമ്മുടെ എന്താ പറയാ ആയുർവേദ മരുന്നായിട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട് തഴുതാമ. അതിന്റെ ഇല തിളച്ച് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. കുറയും. അങ്ങനെ കേട്ടിട്ടുണ്ട് തഴുതാമ. അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊക്കെ ഇതിന്റെ അതായത് എനിക്ക് തോന്നുന്നു ഹൈ റേഞ്ച് പ്രദേശങ്ങളിലുള്ളവര് ഒരു മിക്ക ലീഫ്, അതായത് നമ്മൾ ഉപയോഗിക്കാത്ത പലതരം ലീഫുകൾ അവരെടുക്കുകയും അത് കറി വെച്ചോ അല്ലെങ്കിൽ എന്താ തോരനായിട്ട് വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പലതും നമുക്ക് കേൾവി ഉണ്ടാവില്ല, പക്ഷെ പല കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ മേഖലകളിലുള്ളവരുണ്ട് ഇതിനകത്ത്. അവിടെ ഹൈ റേഞ്ച് ഇപ്പോ അട്ടപ്പാടി അതുപോലെ വയനാട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഞാൻ വയനാടാണ് സാർ. ഉണ്ട്. നിങ്ങൾ പല ഇലകളും യൂസ് ചെയ്യാറുണ്ടോ? ഈ പറഞ്ഞതില്ല മിസ്, ഈ കുട്ടിത്തക്കാളി ചപ്പൊക്കെ പറയില്ലേ? എന്താണ് കുട്ടിത്തക്കാളി ചപ്പ് എന്ന് പറയുന്ന ചെറിയൊരു അതിന്റെ ഒരു ഇതുപോലെ ഉണ്ടാവും. സാമ്പാർ ചീരയാണ്. അല്ല, അത് വേറെയാണ്. ഈ വാഴത്തോട്ടിലൊക്കെ ഉണ്ടാവും മിസ്, അത് കൊറേ വലിയ ചുണ്ടേന്നോ അങ്ങനെ എന്തോ പറയുന്നത് ഉണ്ടാവും. എന്താണ് സുരമ്യ എന്താ പറഞ്ഞേ? എന്തോ ചുണ്ടയ്ക്കാന്നോ അങ്ങനെ എന്തോ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന സാധനം തന്നെ മേഘന ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇല്ല, ചുണ്ടയ്ക്ക വേറെയാണ്. ചെറിയ സൈസാണ്. ഇത് നല്ല ഇതാണ്, ടേസ്റ്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ നല്ല തോരനൊക്കെ വെച്ച് നല്ല സൂപ്പറാ. കൊടകനല്ലേണോ? കൊടകൻ കൊടവന്റെ ഇലയാണോ? വേറെ നാട്ടിൽ എന്താ പറയാ എനിക്കറിയില്ല മിസ്. കിടക്കുന്നതാണോ? ഞാനത് കാണിച്ചു തരാം മിസ്. നാളെ മിസ്സിന്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം അതെന്താണ്. എന്താണെന്ന് കാണിച്ചു തരാം. ചേമ്പിന്റെ ഇല നമ്മള് തോരൻ വെക്കില്ലേ മാം? അതിന്റെ തണ്ടില്ലേ മാം, അതിന്റെ തണ്ട് വരൂലേ, അത് നല്ല ടേസ്റ്റാ. ചേമ്പിന്റെ തണ്ട് വെക്കുന്നത്. ചേമ്പിന്റെ ഇല വെക്കാറുണ്ട്. പിന്നെ ചേമ്പലല്ല മിസ്, അത് ഞങ്ങള് കറി വെക്കും. അത് ഉണക്ക മത്തയിട്ടിട്ട് നല്ല രസാ. വെക്കാറുണ്ടല്ലേ? ചേമ്പ്, ചേന, ഇല ഒക്കെ വെക്കാം. പിന്നെ ചേമ്പിന്താളും ചീര ചെമ്പിന്താള് വെക്കാം. ചെമ്പിന്താള് നമ്മളെ കർക്കിടകത്തിലൊക്കെ കൂടുതലും വെക്കാറില്ലേ? ചീര വെക്കാറുണ്ടല്ലോ. ചീര വെക്കില്ലേ? ചീര ചീര വെക്കും. അല്ലാതെ കുറച്ച് റയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനലിലാണ് ഉലുവയില് മാം, ഞാൻ ബാംഗ്ലൂരാണ്. അപ്പൊ ഇവിടെ റോഡ് സൈഡിൽ നമ്മൾ ഇതുവരെ കാണാത്ത അത്രയും ലീഫ് അവർ വെക്കുന്നതാണ്. നമുക്ക് അതിലൊരു ചീര, കൊറിയാണ്ടർ ലീഫ് അതിൽ 1-2 നമുക്ക് അറിയുള്ളൂ. ബാക്കി ഒരു വെറൈറ്റി ഓഫ് ലീവ്സ് കാണാം ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വെക്കുന്നത്. അവരൊരുപാട് യൂസ് ചെയ്യും ഇവിടെ. നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ ഇത്രയധികം ഇത് ഈ ലീഫ് കറി വെക്കോ, അല്ലെങ്കിൽ ഇതിന് എത്ര ഔഷധ ഗുണങ്ങളുണ്ടോ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ. പക്ഷെ അതിനകത്തുണ്ട് ഒരുവിധം എല്ലാ ലീഫുകളും കറി വെക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഭക്ഷണത്തിൽ അത് ഡെയിലി ഉൾപ്പെടുത്തുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷെ നമുക്കത് അറിയില്ലെന്ന് മാത്രം. നമ്മുടെ ഇവിടേക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവിടെ മുരിങ്ങയില ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മുരിങ്ങയില ഉപയോഗിക്കും, ചീര ഉപയോഗിക്കും, പിന്നെ വേറെന്തോ ഒരു ഇലയും കൂടി ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് 3ആണ് ഞാൻ കണ്ടിട്ടുള്ളത് തോരൻ വെക്കുന്നത്. ഷുഗർ ചീര പറഞ്ഞില്ലേ മിസ്സേ? ഷുഗർ ചീര ഷുഗർ ചീര. ഈ അമരപ്പയറിന്റെ ഇല ഉപയോഗിക്കില്ലേ? അമരപ്പയർ. ഈ മൈക്രോഗ്രീൻ ഇല്ലേ മാം, അത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാ. മൈക്രോഗ്രീനിൽ പയർ മുളപ്പിച്ച് ഇലയാക്കി എടുത്തിട്ടേ ഞങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടല്ലേ? ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോ എന്താ പറയാ, ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, പംകിൻ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറി, യെല്ലോ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പപ്പായ, ഗുവ, മാംഗോ, ഇതൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അളവിലെങ്കിലും മിൽക്ക് എന്ത് ചെയ്തിരിക്കണം, കുട്ടികൾക്ക് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. പാല് കുട്ടികളുടെ ബുദ്ധി വികാസത്തിനൊക്കെ നല്ലതാണ്. ഏർലി മോർണിംഗ് കുട്ടികൾ എണീറ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതുപോലെ അല്ലെങ്കിൽ രാത്രി ആയാലും കുഴപ്പമില്ല,
കുട്ടികൾക്കൊക്കെ കൂടുതൽ അവരുടെ ബുദ്ധി വികസിക്കുന്നതിന് വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കേർഡ് രൂപത്തിൽ കൊടുക്കാം, തൈരാക്കി കൊടുക്കാം. അതുപോലെ തന്നെ പനീർ, പാലിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്, കസ്റ്റാർഡ്, ഗീർ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ എഗ്, മീറ്റ്, ഫിഷ്, ഇതൊക്കെ എന്താണ് നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഓക്കെ, അടുത്ത പാരാഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. അതായത് 5 or 6 ചെറിയ എന്താ പറയാ ഇടവേളകളിൽ നമ്മൾ ഭക്ഷണത്തിനായിട്ട് കൊടുക്കണം എന്നാ പറയുന്നത്. അതായത് ബ്രേക്ക് എടുത്തിട്ട് ഒരുമിച്ച് എല്ലാരും കൂടി കൊടുക്കരുത്. 5 or 6 സ്ലോട്ടുകൾ നമ്മൾ എടുക്കണം. അതായത് ഒരു ദിവസത്തിൽ തന്നെ 6 തവണത്തെ എന്താ പറയാ ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ രാവിലെ കൊടുത്തു, മിഡ് മോർണിംഗ് കൊടുത്തു, ഉച്ചയ്ക്ക് കൊടുത്തു, ഈവനിങ് കൊടുത്തു, പിന്നെ കുറച്ച് സമയം ഒരു 6-6:30 ആകുമ്പോൾ കൊടുത്തു, പിന്നെ രാത്രി കൊടുത്തു. അങ്ങനെ എന്താണ് ചെറിയ ചെറിയ ഇടവേളകളായിട്ട് കൊടുക്കാം. 3 നേരത്തിന് പകരം 6 തവണ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ചെറിയ ചെറിയ ഇടവേളകളായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ 6 തവണ നമ്മൾ കൊടുത്തെന്ന് പറയുമല്ലോ. അപ്പൊ ഈ 6 തവണ നമ്മൾ കൊടുത്തെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ ഒരു ദിവസം, ഈ ദിവസം നമ്മൾ 6 തവണ ഒരു ഇന്ന ഫുഡുകൾ കൊടുത്തെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാൻ പാടില്ല, അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു ഫുഡ് കഴിക്കുക. ഇന്ന് പുട്ടുണ്ടാക്കി, ഇന്ന് രാവിലെ പുട്ടും കടലയുമാണ് കുട്ടിക്ക് കൊടുത്തതെന്ന് വിചാരിക്കാം. നാളെ പുട്ടും കടലയും ഉണ്ടാക്കുന്നു. കുട്ടി കഴിക്കാനായിട്ട് ചെറിയ മടി കാണിക്കില്ലേ? ഇന്നും ഇതാണോ എന്ന് ചോദിക്കും എന്റെ മോൻ. എന്നും ഇതാണോ എന്ന് ചോദിക്കും. പുട്ടും കടലയും അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും. അപ്പോ അതിനകത്ത് നമ്മൾ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ, അതായത് അവരുടെ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ഫുഡ് പ്ലാൻ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റണോ അത്? ഇപ്പൊ ഞാൻ പറഞ്ഞു വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചില അമ്മമാര് നമ്മള് ഇപ്പോ യൂട്യൂബിലൊക്കെ കാണാറില്ലേ, പല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോ എന്താ പറയാ, ഇഡ്ഡലി, ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആനയുടെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ. മിക്കി മൗസിന്റെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലേ? ഞാൻ ഇന്നലെ എന്തോ ഇത് വീഡിയോ കണ്ടപ്പോഴേ ഞാൻ കണ്ടത്, ഷോർട്സ് കണ്ടതാണ്. നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, ഇന്നലെ കണ്ടതാണ്. കിണ്ണത്തപ്പം ഡോളിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഡോളിന്റെ രൂപം, ഡോളില്ലേ, അതിന്റെ രൂപത്തിൽ അതിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. നല്ല ഭംഗിയുണ്ട്. അത് എങ്ങനെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എനിക്കറിയില്ല. എന്നിട്ട് എന്തോ കുമ്മട്ടണ്ണി എന്തോ ഇതിന്റെ കുരുസീഡാണെന്ന് തോന്നുന്നു. അതിന്റെ കണ്ണും മൂക്കും ഒക്കെ ആയിട്ട് കുത്തി വെച്ചേക്കുന്നത് കണ്ടു. അപ്പോ ഭയങ്കര എന്താ പറയാ, കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അത് കഴിക്കാനായിട്ട്. അതിനെ പിടിച്ച് തിന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്തൊക്കെ വെറൈറ്റിയാണ് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തേ. കുട്ടികൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഭക്ഷണങ്ങളിൽ? ഞാൻ ഒരു വാട്ടർമെലൻ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. എന്താ മേഘന? വാട്ടർമെലൻ ഇല്ലേ മാം, അതിനെ കൊണ്ട് ഞാൻ ഇതാക്കിണ്ട്. അതിന്റെ പുറത്തൊക്കെ ഇതാക്കി ഉള്ളിലുള്ള സാധനം മാത്രം എടുത്ത് ഈ റൗണ്ട് ആയിട്ട് ഒരു ഇതാക്കിയിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ ഇതാക്കിട്ട് കൊടുത്തായിരുന്നു ഇന്നലെ. അതെയോ? ഓക്കെ. പിന്നെ എന്തൊക്കെ ട്രൈ ചെയ്യാറുണ്ട്? വേറെ എന്തൊക്കെ ട്രൈ ചെയ്യാറുണ്ട്? നമ്മുടെ ദോശ ബാറ്ററില് ബീറ്റ്റൂട്ട് ഒക്കെ നല്ല പിങ്ക് കളർ കിട്ടും. അപ്പൊ മോൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടം. അപ്പൊ പിങ്ക് ദോശയാകുമ്പോ പെട്ടെന്ന് കഴിക്കും. പിങ്ക് കളർ ദോശയാകുമ്പോ. പിങ്ക് കളർ ദോശയാകുമ്പോ അല്ലേ? ഓക്കെ. പിന്നെ എന്റെ മോള് ക്യാരറ്റ് കഴിക്കില്ല. അപ്പൊ നമ്മള് ക്യാരറ്റ് കൊണ്ട് സൽമ പറയാ കേട്ടോ. റീമനോട് ഞാൻ ചോദിക്കാം. സൽമ ഒന്ന് പറയാം. ദോശ ചുടുമ്പോ മിക്കി മൗസ് അങ്ങനത്തെ ഷേപ്പ് ആക്കാൻ പറയും. അപ്പ ചുടുന്നെങ്കിൽ ഫ്ലവേഴ്സിന്റെ ഇതിലാക്കാം. അപ്പൊ ആ ഡിസൈനിലാക്കി ചുട്ടു കൊടുക്കും എടുക്കും. ചെയ്യാറുണ്ട്. ഓക്കെ. റീം പറയൂ കേട്ടോ. റീം. അവള് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കൂല. അപ്പൊ നമ്മള് ലഞ്ച് ബോക്സിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോ റൈസില്
മിക്സ് ചെയ്യും. അതായത് നമ്മൾ റൈസ് നോർമൽ റൈസിലും ഉണ്ടാക്കാം, ബസ്മതി ഏത് റൈസിലും ഉണ്ടാക്കാം. താളിച്ചിട്ട് ഇതും കൂടി മിക്സ് ചെയ്തൊരു എഗ്ഗൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ അത് കഴിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ കഴിക്കും. അങ്ങനെയാണ് അവൾ വെജിറ്റബിൾ കുറവാണ് കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കൊടുത്തു വിട്ടാല് കഴിക്കും നന്നായിട്ട്. നന്നായിട്ട് കഴിക്കും അല്ലേ? പിന്നെ എന്തൊക്കെ ട്രൈ ചെയ്യാറുണ്ട് നിങ്ങള്? പച്ചക്കറികള്, അതായത് വെജിറ്റബിൾസ് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്താൻ എന്തൊക്കെ ട്രൈ ചെയ്യാറുണ്ട്? ചീര വെച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ? ചീരയില ഗോതമ്പാവിനകത്ത് നമ്മൾ അരച്ച് ചേർത്തിട്ട് ചുമന്ന ജീരയും പച്ചയല്ല, എന്നിട്ട് പച്ച കളറിലെ ചപ്പാത്തി അല്ലെങ്കിൽ മേത്തിയില ചപ്പാത്തി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ചപ്പാത്തിയായിട്ട് കഴിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കളറുള്ള ചപ്പാത്തികൾ കഴിക്കുന്നത്. ദോശയാണെങ്കിൽ ചെറുപയർ അരച്ച് ഇപ്പം പച്ച കളറിലെ ദോശ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ദാലില്ലേ, ദാലും കൂടെ അരയ്ക്കുമ്പോൾ ചെറിയ മഞ്ഞ കളറ് ക്യാരറ്റ് അരച്ച് ചേർക്കും. ചോറിനും അങ്ങനെ തന്നെ, ഓരോ ദിവസം ഓരോ ചോറ് വേണം സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ. ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, അവർക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അല്ലാതെ ചോറായിട്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുപോലെ ചമ്മന്തികളിലും ഇലകളൊക്കെ അരച്ചിട്ട് മല്ലിയില അരച്ച് കളർ വരുത്തിയിട്ടും അതുപോലെ ബീറ്റ്റൂട്ട് ചേർത്ത് കളർ വരുത്തിയിട്ടും അതൊക്കെ ചെയ്യാം ചമ്മന്തികളിലും. മാം ഏത്തപ്പഴം ഇല്ലേ, അത് കഴിക്കണം നല്ലതാണല്ലോ. അപ്പൊ അത് കഴിക്കാതെ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് റൗണ്ട് ചെയ്ത് അരിഞ്ഞിട്ട് ഫോർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുത്തി കഴിക്കാറുണ്ട്. പിന്നെ പപ്പായൊക്കെ കഴിക്കാതെ പാലും കൂടിയിട്ട് അടിച്ചിട്ട് കുറച്ചു നേരം ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോരി കഴിക്കും. പിന്നെ എന്തൊക്കെയാണ് ഇനിയുണ്ടോ? മിസ്സേ, ചെറുപയർ, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. അപ്പൊ അത് നമ്മള് ദോശമാവിനകത്തില് അരയ്ക്കാനിടുമ്പോ അതും കൂടെ കുതിർക്കും. അപ്പൊ അങ്ങ് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോ അതും കഴിച്ചോളും. അത് കഴിച്ചോളൂ. അത് നല്ലൊരു ഐഡിയ ആണ് അല്ലെ? എല്ലാ പൾസസും അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ദോശ ബാറ്ററിന്റെ കൂടെ ഇത് കൊടുക്കുവാണെങ്കിൽ അത് എത്തിക്കോളൂ ശരീരത്തിൽ. പിന്നെ ഏത്തപ്പഴം ഒക്കെ കഴിക്കാൻ മടി കാണിക്കുമ്പോ നമ്മൾ ഷെയ്ക്കില്ലേ, ഷാർജ കടയിൽ നിന്ന് കഴിക്കില്ലേ, അപ്പൊ അതുപോലൊക്കെ തന്നെ ഈ ഏത്തപ്പഴവും പാലും ബൂസ്റ്റൊക്കെ ഇട്ട് അടിച്ച് അങ്ങനെ ആക്കി കൊടുക്കുമ്പോ അതും കുടിച്ചോളും. ഷാർജ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് കുട്ടികളുടെ ശരീരത്തിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് പല ട്രിക്കുകളും യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക അല്ലെ? ഫ്രൈഡ് റൈസ് കുട്ടികൾ കഴിക്കാറുണ്ടോ? അങ്ങനത്തെ പച്ചക്കറി പെറുക്കി കളയും. അതാണ് വലിയ താല്പര്യമില്ല. അതെ, വെജിറ്റബിൾസ് പെറുക്കി കളയും. അപ്പൊ ഇതൊക്കെ കുറച്ച് എന്താ പറയാ, ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞാല് അതിനകത്ത് എല്ലാ വെജിറ്റബിൾസും ഉണ്ടാകും. അത് കുട്ടികളുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു ഡിഷിനെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കുക, ഫ്രൂട്ട് വെച്ചിട്ട് ക്രീം ഉണ്ടാക്കുക. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ആരാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്യാറുണ്ട്. മോക്കത് ഇഷ്ടമാണ്. നമ്മൾ മറ്റേ കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഫ്രൂട്ട്സ് വാങ്ങി എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഫ്രൂട്ട് സലാഡ് പോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യാമോ? ബാക്കിയുള്ളവരും കൂടി കേൾക്കട്ടെ, അവര് ട്രൈ ചെയ്യാലോ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുറെ എല്ലാ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് കസ്റ്റേർഡ് മിൽക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും പൗഡർ. കൂടുതലും എടുക്കുന്നത് പഴം ഇടത്തില്ല. പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല, വല്ലാത്ത ടേസ്റ്റ് ആവും, അത് കറക്കുകയും ചെയ്യുള്ളൂ. ഇപ്പം കൂടുതലും തണ്ണിമത്തങ്ങ, പിന്നെ മുന്തിരിങ്ങ, ആപ്പിളും വേഗം കറക്കും. ആപ്പിളും വലിയ താല്പര്യമില്ല, അവരുടെ അടുത്ത് കളയും. അതിനകത്ത് നിങ്ങള് മാതള നാരങ്ങ, ഏറ്റവും നല്ലത് തണ്ണിമത്തങ്ങയും മാതള നാരങ്ങയും പിന്നെ മുന്തിരിങ്ങയും. പിന്നെ കിവി ഇട്ട് കഴിയുമ്പോൾ പുളിപ്പ് ഇച്ചിരി കൂടുതലാവുന്നേ ഉള്ളൂ. അത് ഇട്ടിട്ട് നമ്മുടെ പൗഡർ ഇതില്ലേ വാങ്ങിക്കാൻ കിട്ടും, കസ്റ്റേർഡ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അത് നന്നായിട്ട് പാല് ചൂടായി വന്നു കഴിയുമ്പം ഇതിനെ നമ്മൾ ജസ്റ്റ് കലക്കി ഇതിനെ ഒന്ന് തിക്കാക്കി വെക്കും. തിക്കാക്കി വെച്ചിട്ട് ഇത് രണ്ടും ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇട്ട് ഇളക്കി വെച്ച് ഒരു 1/2-3/4 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. നമുക്ക് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് എളുപ്പമുള്ള പരിപാടി ഇങ്ങനെയാണ്. അന്നേരം പാലും കുറച്ച് നമ്മൾ ഒഴിക്കുന്നേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഐസ്ക്രീം ഇടും, ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ കൊടുക്കും. കൊടുക്കാറുണ്ട് അല്ലേ?
പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാറുണ്ടോ? ക്യാരറ്റ് ഹൽവ ഉണ്ട് മാം. ഉണ്ടാക്കാറുണ്ട്. ക്യാരറ്റ് അല്ല മിക്കതും ഉണ്ടാക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട്, നമ്മുടെ വലിയ തടിയങ്ക ഇല്ലേ, തടിയങ്ക, മത്തങ്ങ, ഇതെല്ലാം ഇട്ട് ഹൽവ ഉണ്ടാക്കും. ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, കഴിക്കാറുണ്ടോ കുഞ്ഞുങ്ങള്? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ നെയ്യ് കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പം വലിയവർക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടാനുള്ള സാധ്യത കൂടുതൽ. കുട്ടികൾക്കാവുമ്പം കുഴപ്പമില്ല. പിന്നെ ലസ്സി, മിൽക്ക് ഷേക്ക് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ലസ്സി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, കുട്ടികൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും കൊടുക്കാനായിട്ട് അധ്യാപകർ എന്ത് ചെയ്യണം, മാതാപിതാക്കളോട് അല്ലെങ്കിൽ പാരന്റ്സിനോട് പറയണം എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ്, ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, പാരന്റ്സിനോട് പറയണം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ വിട്ടുപോയി പറയാനായിട്ട്, ഇതിനകത്ത് വരുന്നതാണ് മുളപ്പിച്ച ധാന്യങ്ങൾ. എന്തൊക്കെയാണ് മുളപ്പിച്ചത്? പയറ്, മുളപ്പിച്ചത്, സാധാ വൻപയർ മുളപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റാഗി മുളപ്പിച്ചത്. ഓക്കെ. കടലയും മുളപ്പിച്ച് കഴിക്കാൻ പറ്റും. കടലയും മുളപ്പിച്ച് കഴിക്കാൻ പറ്റും. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ മുളപ്പിച്ച ധാന്യവർഗ്ഗങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആണ്. ഭയങ്കരമായിട്ട് ന്യൂട്രീഷ്യസ് ആണ് എന്താ ഇങ്ങനെ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വേറെ നട്ട്സിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മുളപ്പിച്ച ധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതെങ്ങനെയെങ്കിലും കുട്ടികളുടെ എന്താ പറയാ വയറ്റിലെത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ദോശ ബാറ്ററിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ അറിയാൻ പോകുന്നില്ല. അതുപോലെ ഇത് മുളപ്പിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്ത് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞ് ദോശ ചുട്ട് കൊടുത്ത് ചിലപ്പോൾ കുട്ടികൾ അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് രോഗം വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കുട്ടികൾക്ക് ഇന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ രോഗം വരുന്ന സമയത്താണ് കുട്ടികളെ നമ്മൾ ഒരിക്കലും നിർബന്ധപൂർവ്വം ഫുഡ് കഴിപ്പിക്കാനായിട്ട് പാടില്ല. എന്താ ഉണ്ടാവുക, കുട്ടികളെ കമ്പൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധിച്ച് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഛർദിക്കും, ഛർദിക്കും അല്ലെ? പിന്നെ മടി വരും, പിന്നെ ദഹനാവസ്ഥ ശരിയാവില്ല അല്ലെ? പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക? അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ശ്രദ്ധിക്കുക? എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ കൊടുക്കാൻ? നൈസായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കും. എന്താ? പൊടിയരികഞ്ഞി കൊടുക്കാം. പൊടിയരിക്കഞ്ഞി കൊടുക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എളുപ്പത്തില് ദഹിക്കുന്ന ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ കട്ടിയുള്ള ആഹാരം അല്ലെ? ലൈറ്റ് ആയിട്ടുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഇപ്പൊ കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്നിരുന്നാലും കുട്ടി ചിലപ്പോൾ കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ കുട്ടിയെ അധികം നമ്മൾ കമ്പൽ ചെയ്യാനായിട്ട് പാടില്ല, നിർബന്ധിക്കാനായിട്ട് പാടില്ല. പിന്നെ പ്രത്യേകം ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടി കഴിച്ചില്ലെങ്കിൽ കൂടിയും നമ്മൾ കുട്ടിയെ ഒരിക്കലും പട്ടിണി കിടത്താനായിട്ട് പാടില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂ ഉള്ള സമയമാണെങ്കിൽ ധാരാളം മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അപ്പൊ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഹെൽത്ത് പെട്ടെന്ന് റിക്കവർ ആവുള്ളൂ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, ഒരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടികളെ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. ഡോക്ടർ പറയുന്ന ഇപ്പൊ എന്തെങ്കിലും രോഗാവസ്ഥയിൽ കുട്ടികളെ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഇന്ന രോഗമാണ് അല്ലെങ്കിൽ ഇന്ന കുട്ടിയുടെ കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് ഡോക്ടർ പറയുമ്പോൾ തന്നെ ഡോക്ടർ പറയും ഇന്ന ഫുഡ് കൊടുക്കാനായിട്ട് പാടില്ല, എന്തൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ നമ്മളോട് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങള് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കേട്ടോ.
ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? യെസ് മാം. Then അടുത്തത് അതർ ഫുഡ് ഹാബിറ്റ്സ്. ഒരാൾ വായിക്കുക കേട്ടോ. ഐശ്വര്യ ഗെയിം ഒന്ന് റീഡ് ചെയ്തേ. അതർ ഫുഡ് ഹാബിറ്റ്സ്. Okay. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat in order to develop taste less likable food. Foods can be offered when the child is very hungry, followed by more likable foods. By this age, children are able to feed themselves independently and this should be aided. Care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meal. Junk food and too many sweet food should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Concern should be taken that the child does not skip breakfast. Children usually enjoy food when all family members or many children in their center eat together. Variety in type, preparation, color, texture, and shape of food also makes them feel happy. Washing hands before and after eating and cleaning of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. ഓക്കെ, അതായത് മറ്റ് ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതർ ഫുഡ് ഹാബിറ്റ്സ്, അതായത് സ്ട്രോങ് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ സ്പൈസസ് എന്നിവ കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ്, സ്പൈസസ് ഇതൊക്കെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. കുട്ടിയുടെ ഇഷ്ടക്കേടുകൾക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം തയ്യാറാക്കണം. അപ്പൊ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ? അറിയില്ലേ? എന്താണ് കുഞ്ഞിന് ഇഷ്ടം, എന്താണ് കുഞ്ഞിന് ഇഷ്ടമല്ലാത്ത നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, ഇല്ലേ? അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാ? ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ? ഫുഡ്സ് നമ്മൾ തയ്യാറാക്കാനായിട്ട് നോക്കുക. കുട്ടികളെ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവനെ കാമായിട്ട് അല്ലെങ്കിൽ ശാന്തനായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കുക. ഭക്ഷണത്തിനിടയിൽ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഭക്ഷണം പ്രധാനപ്പെട്ട മീൽസ് ഉണ്ടല്ലോ, അതിനിടയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. വളരെയധികം മധുരമുള്ള ഭക്ഷണങ്ങൾ എന്നിവ എന്ത് ചെയ്യുക? ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മധുരം കൊടുക്കാം, പക്ഷെ ഭയങ്കര അധികം മധുരമുള്ള, ഇപ്പോൾ നമുക്കറിയാലോ ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ ഉണ്ട് അല്ലെ? ഒരു 9-10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഷുഗർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അപ്പോ ചെറുപ്പത്തിലെ നമ്മള് മധുരം വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര മാത്രം കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം പ്രശ്നം ഉണ്ടാവില്ല. മിഠായികളും അതുപോലെ ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ള ഐസ്ക്രീംസ്, ഇങ്ങനെയുള്ള അതുപോലെ കേക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ടെൻഡൻസി ഒഴിവാക്കുക. പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട് ആരെങ്കിലും? ഷവർമ, കുഴിമന്തി, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടോ? ഇടക്കൊക്കെ ഇടക്കൊക്കെ വാങ്ങാം. ഇടക്കൊക്കെ മന്ത്ലി വൺസ് ഒക്കെ ഒരു പ്രാവശ്യം മേടിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ അവരുടെ നാവിന്റെ തുമ്പത്തുള്ള സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് ജങ്ക് ഫുഡിന്റെ പ്രത്യേകത. അതിൽ ധാരാളം പ്രിസർവേറ്റീവ്സും മറ്റുമൊക്കെ ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആ രുചി പെട്ടെന്ന് രുചിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട്, അത് വീണ്ടും വീണ്ടും കാണുമ്പോഴത് കഴിക്കാനുള്ള കൊതി ഉണ്ടാവും കൂടുതൽ.
അപ്പൊ മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് നോക്കുക. പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഹോട്ടലിൽ ഉണ്ടാവുന്ന ഫുഡൊക്കെ ഇല്ല, നമുക്ക് കുറച്ച് പാടാണ്, എന്നാലും അതിനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാ കിച്ചണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഒന്ന് അമിതവണ്ണമാണ്, ഒബിസിറ്റി. അത് കുട്ടികൾക്ക് കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവ്, പ്രതിരോധ ശേഷിയില്ലായ്മ. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം കുട്ടികൾ ഒബിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, അമിത വണ്ണവുമായിട്ട്. അതായത് ഈ വണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ കാര്യത്തില്. വലിയവരാകുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു എയിം ഉണ്ടാവും, നമുക്ക് ഇത്ര വണ്ണത്തിൽ എത്തണം അല്ലെങ്കിൽ ഇത്ര വെയിറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യണം, ഗോള് ഇത്രയാണ് എന്റെ വെയിറ്റ്, അത് ഞാൻ അച്ചീവ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ പരിശ്രമിക്കും അല്ലെ. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ കുറച്ച് പാടാണ്, വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട്. അവരെ കൊണ്ട് നിർബന്ധിച്ച് നമ്മൾ ഫുഡ്, അതായത് ഡയറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിപ്പിച്ചിരിക്കണം, എക്സസൈസ് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് അവരുടെ വെയിറ്റ് കുറഞ്ഞു വരുള്ളൂ. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബോധം, ആ ഒരു ചിന്ത എത്തുന്ന ഒരു സമയത്തല്ലല്ലോ ഇത് വരുന്നത്. അപ്പം അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇമ്മ്യൂണിറ്റി കുറവ്, അതായത് ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു മാസം എത്ര തവണ ആബ്സെന്റ് ആവുന്നുണ്ടെന്ന് സ്കൂളിൽ നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? ചെക്ക് ചെയ്യാറുണ്ടോ? എത്ര തവണ ആബ്സെന്റ് ആവാറുണ്ട്? മഴക്കാലം ആവുമ്പോ എപ്പോഴും അസുഖമായിരിക്കും എപ്പോഴെപ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന കുട്ടികളുണ്ട്. ഇമ്മ്യൂണിറ്റി കുറവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് കുട്ടികള്, നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര ദാരിദ്ര്യമൊന്നും അല്ല നമ്മുടെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ. അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോ സർക്കാർ ആയാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റേഷൻ കടകളൊക്കെ വഴി നമുക്ക് ഫുഡ് അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ പ്രധാന പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളെ പോലെ ഭയങ്കര ദാരിദ്ര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. അവിടെ നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ധാരാളം കുഞ്ഞുങ്ങൾ ബെഗ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും അല്ലെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു സ്ഥിതി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവയർനെസ് കുറവാണ്. എന്തിനെ കുറിച്ചിട്ടുള്ള, അതായത് ഫുഡിനെ കുറിച്ചുള്ള അവയർനെസ് ഇവിടെ വളരെ കുറവാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആളുകള് ഡെവലപ്പ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്താ പറയാ, ഡയറ്റ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ഭക്ഷണം ശ്രദ്ധിക്കുന്നവരുണ്ട്, ജിമ്മിൽ പോകുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അറിയാം, ഇപ്പൊ ധാരാളം ജിം സെന്റർ അല്ലെ, ജിമ്മുകൾ ധാരാളം വരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിമ്മുകളുടെ എണ്ണം കൂടി വരികയല്ലേ. അവയർനെസ് കുറവാണ്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവയർനെസ് കുറച്ച് ഇംപ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. കുട്ടികളെ പ്രത്യേകിച്ചും സ്കൂളിൽ പോകുമ്പോൾ പല കുട്ടികളും അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ തല കറങ്ങി വീഴുന്ന ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അതൊരു രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എനിക്കുമ്പോ തന്നെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കുക, പിന്നെ നട്ട്സ് കൊടുക്കുന്നത് നല്ലതാണ്. എനിക്കുമ്പോ, അതായത് പ്രധാനപ്പെട്ട മീലിന് മുമ്പായിട്ട് കുട്ടികൾക്ക് നട്ട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പഴം പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഫിഷ് ഐറ്റംസ്, അതുപോലെ വെജിറ്റബിൾസ്, മുളപ്പിച്ച ധാന്യങ്ങള്, അതുപോലെ തന്നെ തൈര്, ഇതൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ആയിരിക്കരുത് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓരോ ദിവസവും വെറൈറ്റി കൊണ്ടുവരാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കളർ, സ്മെൽ, ഫ്ലേവർ എന്നിവ അട്രാക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇപ്പൊ വെജിറ്റബിൾസിന്റെ ഒക്കെ കളർ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, അവരെ കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ച് ആ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതർ ഫുഡ് ഹാബിറ്റ്സിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്? ഈസിയാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, മിസ്, നമ്മളെ ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവില്ല, അത് ഏത് വിറ്റാമിൻ എന്തിന്റെ കുറവുണ്ട് വരുന്നത്? ഏതാണ് അമിതായിട്ട് മുടി നന്നായിട്ട് കൊഴിയണതൊക്കെ, ഹെയർ ലോസ് വരുന്നത്? വിറ്റാമിൻ D3 ഒക്കെ കുറവുണ്ട് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. ആരാണ് പറയുന്നത്? റാഷിദ
റാഷിദ. ഉണ്ടാവും, മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ടോ? എനിക്ക് നന്നായിട്ട് കൊയ്യുന്നുണ്ട്. അപ്പൊ എന്തിന്റെ കുറവാന്ന് ഒരു ഡോക്ടറെ കാണിക്കൂ, സ്കിന്നിന്റെ ഡോക്ടറെ ആയാലും കാണിച്ചാൽ മതി. ഒരു ഡോക്ടറെ കാണിച്ചു തന്നാല് വൈറ്റമിൻസ് തരും മുടി കൊഴിച്ചിലുള്ള. എനിക്കുണ്ടായിരുന്നു, എനിക്ക് നല്ല മുടിയുള്ള ആളായിരുന്നു. പക്ഷെ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു. എനിക്ക് വിറ്റാമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുമായിരുന്നു. ഇപ്പോഴും ഉണ്ടോ വെയിറ്റ് ഉണ്ട്, പക്ഷെ അതിങ്ങനെ കുറയുന്നില്ല. അപ്പൊ എനിക്ക് ഡോക്ടർ ഈ മുടി കൊഴിച്ചിലിനുള്ള ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതി തന്നു. ഒരു ട്യൂബ് ഗുളികയുടെ പോലെ തന്നെയുള്ള സംഭവം. അപ്പൊ അത് കഴിച്ചിപ്പോ ഒരു മാസം ആവാറായി കഴിച്ചു. ഇപ്പൊ മുടി കൊഴിയുന്നില്ല, ഭയങ്കരമായിട്ട് മുടി ഊരിപ്പോവായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കഴിച്ചിട്ട് മുടി കൊഴിയുന്ന സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. 2 or 3 മുടി പോകും, അല്ലാത്തില്ല. നന്നായിട്ട് കൊയ്യുന്നുണ്ട്. ഞാൻ ടാബ്ലറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന്. നിങ്ങള് ഡോക്ടറെ കണ്ടിട്ട് വേണം അത് കഴിക്കാൻ. കാരണം എന്റെ ഏജ് ആയിരിക്കില്ല നിങ്ങളുടെ ഏജ്, വ്യത്യാസം ഉണ്ടാകും ഓരോരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ ഞാൻ 28 അല്ലേ? ഞാൻ എന്തായാലും ടാബ്ലറ്റിന്റെ പേര് പറയാം, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എനിക്ക് ഇതുപോലെ മുടി കൊഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ട് ചോദിക്കും, ഡോക്ടർ തൈറോയിഡിന്റെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊയ്യണെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു. എനിക്ക് വെയിറ്റ് ഗെയിൻ വന്നപ്പോഴാണ് ഞാൻ, അതായത് എന്നെ കാണുന്നവരൊക്കെ പറഞ്ഞു കുറച്ച്, എനിക്ക് ഹൈറ്റ് ഉള്ള ആളാണ്, അതിനനുസരിച്ച് വെയിറ്റ് ഉള്ള ആളാണ്. പക്ഷെ ഒരിടയ്ക്ക് നമ്മൾക്ക് അറിയാലോ നമ്മുടെ വെയിറ്റ് കൂടുന്നത്, നമ്മുടെ അതായത് അവിടെ ഇവിടെയൊക്കെ നീര് വരും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അറിയാൻ പറ്റും വെയിറ്റ് കൂടുന്നുണ്ടെന്ന്. അപ്പൊ കാണുന്നവരൊക്കെ പറഞ്ഞു എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാം ചെക്ക് ചെയ്തു. തൈറോയിഡ്, വിറ്റാമിൻസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നോട് തൈറോയിഡ് ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. അതെ, തൈറോയിഡ് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാം കേട്ടോ, പിന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. ഓക്കെ. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്ന് കഴിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളുടെ ഉപദേശപ്രകാരം നമ്മൾ ഒരിക്കലും മരുന്ന് കഴിക്കാനായിട്ട് പാടില്ല. ഓക്കെ, മരുന്ന് ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടൊന്ന് സൂചിപ്പിച്ചാൽ മതി, മരുന്ന് നല്ലതാണോ, മുടി കൊഴിച്ചൽ നല്ലതാണോ എന്ന് വെച്ചിട്ട് നിങ്ങൾ കഴിക്കാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം, സൈൻ ഔട്ട് പറയട്ടെ. പറഞ്ഞോളൂ. Good morning, Ashwini ma'am. Good morning, friends. I am Surami S. Nair from Kottayam. I am sign out to Ashwini ma'am class. Today learn about the class food and nutrition needs, dietary requirements, other food habits. Is very understood. Ashwini ma'am class is very nice. മാം ഒരു ചെറിയൊരു ഡ്രാമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് റൂം ഡ്രാമ ചെയ്തോട്ടെ. അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും, പെട്ടെന്ന് തീരുമാനിച്ചു. നെക്സ്റ്റ് ക്ലാസ് മതിയോ? ഓക്കെ മാം. എനിക്ക് വൈവ ഉണ്ട്, MT സ്റ്റുഡൻസിന് വൈവ ഉണ്ട്. വൈവയുടെ സ്ലോട്ട് ആണ് ഇപ്പൊ, 5 മിനിറ്റ് കഴിഞ്ഞാൽ വൈവയാണ്. അപ്പൊ എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യണം, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം നമുക്ക്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.